വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ ഒരു എതിരഭിപ്രായം വന്നിരിക്കലുണ്ട്. എന്നോട് ഇങ്ങനെ ദിലീപ് ജയറാമിന്റെ ആരാധകനാണെന്ന് മനസ്സിലായി. നിങ്ങള് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജയറാമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ജയറാം കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചുവെന്ന്. എന്തർത്ഥത്തിലാണ് നിങ്ങൾക്ക് പറയുന്നത്? നിങ്ങൾക്ക് ജയറാം എന്തറിയാം എന്നൊക്കെ ചോദിച്ചു. ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, നിനക്ക് ജയറാമിനെ എന്തുകൊണ്ട് അറിയണം? എനിക്ക് ജയറാമിനെ അറിയാവുന്നത് ജയറാം മലയാള സിനിമയിൽ വലതുകാല് വെച്ച് വന്ന ദിവസം മുതൽ ഞാനിപ്പോഴും സംശയിക്കുന്നു അയാൾ ഇടതുകാല് വെച്ചാണോ കയറിയെന്ന് നോക്കിയിട്ടുണ്ട്. കാരണം വാതുറന്ന കള്ളമേ പറയും. അഭിനയം എന്ന് പറഞ്ഞാൽ സിനിമയിലല്ല, ജീവിതത്തിലാണ് അയാൾ അഭിനയിച്ചു. എനിക്ക് മനസ്സിലായെന്ന്. അപരൻ എന്നുള്ള സിനിമ പോലെ അടുത്ത നല്ല ബന്ധം തന്നെയാണെന്നുള്ളത്. ആവശ്യത്തിലേറെ പബ്ലിസിറ്റി ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അന്നത്തെ ഞങ്ങള് നാണ എന്ന പ്രസിദ്ധീകരണത്തിൽ വരുന്ന പബ്ലിസിറ്റി അത് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും വാരി കോരി കൂട്ടിയിട്ടുള്ളതാണ്. ഇപ്പോട്ടെ, അതൊക്കെ പോട്ടെ. പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ചെയ്തത്? കാരണം ജയറാമിനെ കുറിച്ച് പരാതികൾ മാത്രമേ, ദുഃഖകരമായ വാർത്തകളുമായ ചതിയുടെ കഥകൾ മാത്രമാണ് പലർക്കും പറയാനുണ്ടായിരുന്നത്. ഒരു രാജസേന്റെ കാര്യം മാത്രമല്ല, ഇപ്പൊ ഏറ്റവും പുതിയതെടുക്കുക, ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ബാലചന്ദ്ര മേനോൻ നായികയായി കൊണ്ടുവന്ന ഉഷ ഹസീന എന്ന നടി, നല്ല നടിയാണ്. ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരിയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയെങ്കിലും ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നൊരു നടിയാണ്. അവരെന്താ പറഞ്ഞത്? ചതിയനാണ് ആര്? ജയറാം. എന്തിനാണ് ചതിയനായത്? ചതിയനായത് ഉഷയുടെ സഹോദരൻ ഒരു സിനിമ നിർമ്മിച്ചു. ജയറാം കുറെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അഭിനയിച്ചത്? ജയറാമിന്റെ മകൻ. ജയറാമിന്റെ മകൻ സൂപ്പർ സ്റ്റാർ ആണോ? മിനിമം ഗ്യാരണ്ടി ഉള്ളൂ. ആ ചെറുപ്പക്കാരന് വേണ്ടി 10 കോടി രൂപയാണ് ഉഷയുടെ സഹോദരൻ ചെലവഴിച്ചത്. പടം പൊട്ടിയെന്ന് മാത്രമല്ല, സഹായിക്കാമെന്ന് പറഞ്ഞ ജയറാം അതിന്റെ അടുത്തുകൂടി നടന്നു പോയിട്ടില്ല. എന്താണെന്ന് ചോദിച്ചിട്ടില്ല, വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. അതേ സ്ഥാനത്ത് ആ ചെറുപ്പക്കാരനെ സഹായിച്ചത് മമ്മൂട്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇവിടെ ചാനലുകളില്, യൂട്യൂബിലൊക്കെ ഉഷ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തരംഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ചവനെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അത്രയും ദോഷകരമായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം കൂടി പറയാം. ഇയാളുടെ ആദ്യകാലത്ത് സഹായിച്ച ചില സുഹൃത്തുക്കള്, ഇയാളുടെ ഡേറ്റ്, നിങ്ങൾക്ക് ഗുണമുള്ള ഡേറ്റ് കിട്ടിയാൽ ഒരു സിനിമ ചെയ്യാം എന്നൊരു വേറെ പ്രൊഡ്യൂസർ പറഞ്ഞപ്പോ ഒരാൾ വിളിച്ചു, എഴുത്തുകാരൻ കൂടിയാണ്, ജയറാമിനെ വിളിച്ചു പറഞ്ഞു, ജയറാമേ, നിങ്ങൾക്ക് ഒരു നല്ല കഥ കിട്ടിയിട്ടുണ്ട്, ഒരു ഡേറ്റ് കിട്ടിയാൽ ആ സിനിമ നമുക്ക് ചെയ്യാം. പിന്നെ ഞങ്ങളായതുകൊണ്ട് നിങ്ങളുടെ ഇപ്പോൾ മേടിക്കുന്ന റോയൽറ്റി നിങ്ങൾ മേടിച്ചോളൂ, 5 പൈസ കുറയ്ക്കണ്ട. അന്ന് ആ സുഹൃത്ത് എനിക്കറിയാം, ഞാൻ നിക്കലെയാണ് വിളിച്ചിരിക്കുന്നത്. അതാണോ, ഞാൻ നിക്കലെയാണ് ആ സുഹൃത്ത് ജയറാമിനെ വിളിച്ച് സംസാരിച്ചു. ഒരു 4 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം സംസാരിച്ചത്. അപ്പോ ജയറാം പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ഡേറ്റ് ചോദിക്കുന്ന ആവശ്യമുണ്ടോ? എപ്പോ ആവശ്യപ്പെട്ടാലും തരില്ലേ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഞാൻ ഡയറി ഒന്ന് നോക്കട്ടെ. ഡയറി മറിച്ച് നോക്കിയോ, അയ്യോ, എന്തായാലും കഥ ഒന്നും ഇപ്പൊ പറയണ്ട, ഒരു 4 വർഷത്തേക്ക് എനിക്ക് അനങ്ങാൻ പറ്റില്ല. അപ്പൊ 4 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിച്ച പോരെ? ഈ പാവം വിശ്വസിച്ചു. കാരണം ജയറാം തിരക്കോട് തിരക്കാണ്. 4 വർഷത്തേക്ക് എല്ലേ നിർത്തിട്ട്. 4 വർഷം എന്ന് പറഞ്ഞാൽ അന്ന് മലയാളത്തിൽ ഒരു സിനിമ മാത്രമേ ജയറാമിനുണ്ടായിട്ടുള്ളൂ. അന്യഭാഷയിലെ സിനിമയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് പൊങ്ങച്ചങ്ങ തള്ളു എന്നൊക്കെ പറയില്ലേ, ഭയങ്കര തള്ളു. അപ്പൊ കഥ കേൾക്കാൻ പോലും അയാളൊരു സന്മനസ് കാണിച്ചില്ല. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടാതിരിക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് ചെലവഴിക്കാനും പറ്റുന്നില്ല, കഥ കേൾക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ ചെയ്യാതെ പിന്നീട് ആ സുഹൃത്ത് അയാളിൽ നിന്ന് അകന്നു പോയി. ഇങ്ങനെ കുറെ രാജസേനോട് ചെയ്ത കാര്യങ്ങൾ എന്താ? രാജസേനന്റെ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ശരിക്കും ഈ രാജസേനന്റെ ഹിറ്റായപ്പോ ആരാണ് ഈഗോ കാണിക്കുകയാണ്? അതായത് ഈ ഹിറ്റാവാൻ കാരണം രാജസേനന്റെ കഴിവല്ല, എന്റെ കഴിവാണ് എന്ന രീതിയിലാണ് ജയറാം സംസാരിച്ചത്. മാത്രമല്ല, ചില പടങ്ങൾ എടുക്കുമ്പോൾ പഴയ റേറ്റും തന്നാൽ പോലെ കേട്ടോ, ഞാൻ ആളാകെ മാറി. എന്ത് മാറി?
കുറെ തമാശകൾ പറഞ്ഞ് കമലഹാസൻ അനുകരിച്ച് പ്രേംനസീറിനെ അനുകരിച്ച് ചില കോമഡി സാധനങ്ങൾ ചെയ്തൊക്കെ ശരി തന്നെയാണത്. വലിയ കുഴപ്പമില്ലാതെ അഭിനയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കള്ളത്തരം മാത്രം. ഇനി ചതിയുടെ കഥകൾ ഇനി കുറെ എന്റെ മുന്നിലേക്ക് കുറെ ചതിയുടെ കഥകൾ വന്നിട്ടുണ്ട്. ജയറാമിനെ കുറിച്ച് ഓരോരുത്തർ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോ എല്ലാം എടുക്കുമ്പോ എന്തോ വ്യക്തിവൈരാഗ്യം കാണിക്കാതെ എനിക്ക് എന്ത് വ്യക്തിവൈരാഗ്യം?